ഗൂഗിളിൻ്റെ സെർച്ച് കൺസോൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഏതൊക്കെ പേജസ് ആണ് നല്ല രീതിയിൽ പെർഫോം ആകുന്നത്, ഏതൊക്കെ കീവേഡ്സ് എന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഗൂഗിളിൻ്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ, GSC എന്ന് പറയും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് എത്ര ട്രാഫിക് വന്നു, നമുക്ക് 3 മന്തിൽ എത്ര വന്നു, 28 ഡേയ്സിൽ എത്ര വന്നു, 7 ഡേയ്സ്, ഈവൻ വി ക്യാൻ ഫിൽറ്റർ ദിസ്. ആൻഡ് ഏതൊക്കെ പേജസിലേക്കാണ് നമുക്ക് ട്രാഫിക് വരുന്നത്, അതേപോലെ ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആളുകൾ വരുന്നത്, പിന്നെ ഏതൊക്കെ ഡിവൈസസിലേക്കൂടെയാണ് വരുന്നത്, ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ആണോ, മൊബൈലാണോ, ടാബ്ലറ്റ് ആണോ, അതേപോലെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടാനുള്ള ഒരു സോഴ്സ്, ലൈക്ക് ഒരു സോഫ്റ്റ്വെയർ, ഒരു വെബ്സൈറ്റ് ആണ് ഗൂഗിളിൻ്റെ തന്നെ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക, എങ്ങനെ നമുക്ക് വെബ്സൈറ്റ് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ. കാരണം നമ്മളെ വെബ്സൈറ്റ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് യൂസേഴ്സിന് കാണണം, നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആളുകൾ വരണം അതിലേക്ക്. അപ്പോൾ അതുവഴി നമുക്ക് സെയിൽ നടക്കണം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മൾ SEO അതേപോലെ പിന്നെ ഇൻഡെക്സിങ് ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ ഒരു സെർച്ച് കൺസോളിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ നമുക്ക് ഗൂഗിളിലേക്ക് ഇൻഡെക്സ് ചെയ്യാം, അതുവഴി എങ്ങനെ കസ്റ്റമേഴ്സിനെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാം, ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ്ലി പോവാം. ഫോർ എക്സാമ്പിൾ എന്താണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഇപ്പോൾ പ്ലംബർ ഇൻ ദുബായ് എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് വെബ്സൈറ്റ്സ് കാണാം. പ്ലംബർ ഇൻ ദുബായ് 24 hour, പിന്നെ എക്സ്പേർട്ട് പ്ലംബർ ഇൻ ദുബായ്, അതേപോലെ പ്രൊഫഷണൽ പ്ലംബേഴ്സ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് ഗൂഗിളിൻ്റെ സെർച്ചിലേക്ക് ഇതേപോലെ ഇൻഡെക്സ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളാണ് പെട്ടെന്ന് കാണിക്കുക. വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് അത് ഇൻഡെക്സ് ചെയ്യണം. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ഫാസ്റ്റായിട്ട് ഗൂഗിൾ അതിനെ ക്രോൾ ചെയ്തിട്ട് എടുക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരും എന്താ പറയുക, അത് ഗൂഗിളിൻ്റെ സെർച്ച് ബോട്ട്സ് വന്നിട്ട് അത് ക്രോളർ ബോട്ട്സ് എന്തായാലും അതിന് പെട്ടെന്ന് തന്നെ ഫെച്ച് ചെയ്തെടുക്കില്ല. അപ്പോൾ അതിന് സ്പീഡായിട്ട് ഇൻഡെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ടൂളാണ് സെർച്ച് കൺസോൾ. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട്, ഇപ്പം നമ്മൾ ലാസ്റ്റ് വീക്ക് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ദുബായിൽ തന്നെ സൗണ്ട് എക്യുപ്മെൻറ്റ്സ് അതേപോലെ സൗണ്ട് ആക്സസറീസ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് avshopee.com. ഇത് ലൈവാണ്, സെർച്ച് കൺസോളിലൊക്കെ നമ്മൾ ഇൻഡെക്സ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ലൈവായ ഒരു വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് എടുത്തത് avshopee.com. അപ്പോൾ avshopee എന്നാണ് കമ്പനിയുടെ പേര്. ഇപ്പം ഞാൻ avshopee ദുബായ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരിക്കലും അവിടെ കാണാൻ പറ്റില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു പുതിയ വെബ്സൈറ്റ് ആണ്. ഗൂഗിളിൻ്റെ ക്രോളേഴ്സ് ഇതിലേക്ക് വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് കൺസോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു avshopee എന്നുള്ളൊരു വെബ്സൈറ്റിലാണ് ഇന്ന് നമ്മൾ സെർച്ച് കൺസോൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ മെയിൻലി ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന വേർഡ്പ്രസ്സിലാണ് വെബ്സൈറ്റ്. ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഗൂഗിളിൻ്റെ സെർച്ച് കൺസോളിലേക്ക് പോവുക, പിന്നെ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. അപ്പോൾ പ്രോപ്പർട്ടി ടൈപ്പ് ഡൊമൈൻ യൂസ് ചെയ്തിട്ടാണോ അല്ല വെബ്സൈറ്റ് URL യൂസ് ചെയ്തിട്ടാണോ, നിങ്ങൾ എങ്ങനെയാണ് വെരിഫൈ ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് URL ആണ്. അപ്പം ജസ്റ്റ് ആ URL അവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് URL ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ ഇതിൻ്റെ ഓണർ നമ്മളാണെന്ന് ഗൂഗിളിന് മനസ്സിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ ഗൂഗിൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് 2-3 ടൈപ്പിൽ ഇത് വെരിഫൈ ചെയ്യാം. ഒന്നെങ്കിൽ HTML ടാഗ് ഹെഡറിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സ് ത്രൂ ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് HTML ടാഗ് ത്രൂ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഒരു ഈസി വേ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു HTML ടാഗ് വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വേണ്ട, സെക്കൻഡ് വൺ HTML ടാഗ് എന്താ ചെയ്യണം, ഇവിടെ മെറ്റാ നെയിം എന്ന് പറഞ്ഞ ഒരു സൈറ്റ് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അത് കോപ്പി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ avshopee മീൻസ് നിങ്ങളുടെ വെബ്സൈറ്റ് ഏതാണോ അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോവുക. ഇത് നമ്മൾ അതിൻ്റെ ഹെഡറിൽ, വെബ്സൈറ്റിൻ്റെ ഹെഡറിൽ ഈ ഒരു കോഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഞാൻ എലമെൻറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് കോഡ് ആഡ് ചെയ്യണമെങ്കിൽ എലമെൻറ്റർ പ്രോ വേണം. ഇനി എലമെൻറ്റർ പ്രോ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് പ്ലഗിൻ ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ ഒരു പ്ലഗിൻസിൽ വരിക, ഹെഡറിലേക്ക് കോഡ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഏത് പ്ലഗിനും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് WP കോഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിനാണ്. ഇതാണ് ഈ ഒരു WP കോഡ് എന്നുള്ള പ്ലഗിനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് PHP, HTML അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒരു ഈസി ടു യൂസ് പ്ലഗിനാണ്. ജസ്റ്റ് ആക്ടിവേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കോഡ് സ്നിപ്പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ ഹോവർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐറ്റംസ് കാണാം. ഇവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സെർച്ച് കൺസോളിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു കോഡിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഈ വെബ്സൈറ്റിന്റെ ഹെഡറിലേക്ക് പേസ്റ്റ് ചെയ്യണം. അത് നമുക്ക് കോഡ് ത്രൂ ചെയ്യാം, പക്ഷേ അഡ്വാൻസ്ഡ് ലെവൽ അല്ലാത്തവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ ആണ് ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് ഹെഡറിൽ ആഡ് ചെയ്യാനുള്ളത്. ഞാൻ അവിടുന്ന് കോപ്പി ചെയ്ത, അവിടുന്ന് മീൻസ് ഇവിടുന്ന് കോപ്പി ചെയ്ത ആ ഒരു കോഡിന് എന്ത് ചെയ്തു, ഇപ്പം ഇവിടെ ഹെഡറിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ ഇത് വേർഡ് ഫെൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വരില്ല. അപ്പോൾ ജസ്റ്റ് അലോ ദിസ് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സംഭവം എന്തായി സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ഓവർവ്യൂവിൽ വന്നിട്ട് ഇത് വെരിഫൈ ചെയ്യാം. ചിലപ്പോൾ ഒരു 1-2 മിനിറ്റ് എടുത്തേക്കാം ഈ ഒരു പ്രോസസ്സ്. നിങ്ങൾ ഹെഡറിൽ കോഡ് ചെയ്ത ഉടനെ ഇത് വെരിഫൈ ആണെന്നില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെക്ക് ചെയ്താൽ ഓണർഷിപ്പ് വെരിഫൈഡ് ആവും. സോ നൗ ഗോ ടു പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഇവിടെ വരില്ല. കാരണം പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഉടനെ നമുക്ക് പിന്നെ ഓപ്ഷൻസ് ഒന്നും കാണിക്കില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു 1-2 ഡേയ്സ് കുറച്ച് ട്രാഫിക് വരുന്നവരെന്തായാലും വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ വേറൊരു വെബ്സൈറ്റ് എടുത്തു നോക്കാം, എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് വരുന്ന പോലെ പിന്നെ നമുക്ക് അതിൽ വരുന്ന ട്രാഫിക്കുകൾ ഇത് സെയിം പോലെ തന്നെ ഇതിൽ ഇവിടെ ഇപ്പോൾ SEO എക്സ്പേർട്ട് ഇൻ കണ്ണൂർ, SEO സ്പെഷ്യലിസ്റ്റ് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കീവേഡ്സ് ആണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്ക് റാങ്ക് ആകുന്ന പേജസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ ഡാറ്റ കംപ്ലീറ്റ്ലി നിങ്ങളുടെ വെബ്സൈറ്റിന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ സെർച്ച് കൺസോളിൽ ആഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള സെർച്ച് കൺസോൾ അക്കൗണ്ട് റെഡിയായി. പക്ഷെ അക്കൗണ്ട് മാത്രം പോരാ, ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു സെർച്ച് കൺസോളിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഇത് സബ്മിറ്റ് ചെയ്താൽ URLs ഇതിലേക്ക് ഫിറ്റ് ചെയ്യുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ സൈറ്റ് മാപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സൈറ്റ് മാപ്പ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ കമ്മിങ് മിനിറ്റ്സിൽ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ പേജ്, പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈറ്റ് മാപ്പിൽ വരും. അപ്പം ഈ ഒരു സൈറ്റ് മാപ്പ് നമ്മുടെ ഓരോ ആളെ വെബ്സൈറ്റിനും ഉണ്ടായിരിക്കും. ഇപ്പം എൻ്റെ സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഓപ്പൺ സൈറ്റ് മാപ്പ് അടിച്ചാൽ ഇതെൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോയിലുള്ള ഒരു സൈറ്റ് മാപ്പാണ് ഇത്. അപ്പോൾ വെച്ചാൽ സൈറ്റ് മാപ്പ് _index.xml. ഓക്കെ, ഇത് നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു വേർഡ് പ്രസിൻ്റെ SEO പ്ലഗിൻ വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലി ചെയ്യാം. മീൻസ് നമ്മളിപ്പോൾ AV ഷോപ്പ് എന്നുള്ള വെബ്സൈറ്റിൻ്റെ നമ്മളിപ്പോൾ സെർച്ച് കൺസോൾ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിന് ഈ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു SEO പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്. അതായത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം, എങ്ങനെ സെർച്ച് കൺസോളിലേക്ക് നമ്മുടെ സൈറ്റ് മാപ്പ് ആഡ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ യോസ്റ്റോ അല്ലെങ്കിൽ റാങ്ക് മാത്ത് പ്ലഗിൻ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന പ്ലഗിനാണ് റാങ്ക് മാത്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ആയപാടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ SEOൻ്റെ സെറ്റപ്പ് ഒന്നും നോക്കുന്നില്ല. നമ്മൾ ആ സൈറ്റ് മാപ്പ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ളൊരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈസി സ്റ്റെപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റിട്ടേൺ ടു ഡാഷ്ബോർഡ് കൊടുക്കുന്നു. നമ്മൾ ഒരു സെറ്റപ്പും ചെയ്യുന്നില്ല. ഈ വീഡിയോ SEOക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ജസ്റ്റ് എങ്ങനെ പിന്നെ സൈറ്റ് മാപ്പ് അതേപോലെ സെർച്ച് കൺസോൾ സെറ്റപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് സൈറ്റ് മാപ്പിൻ്റെ ഒരു ലിങ്ക് എവിടെ ചിലപ്പോൾ റാങ്ക് മാത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ബാറിൽ റാങ്ക് മാത്ത് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ സൈറ്റ് മാപ്പ് സെറ്റിങ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരും അതിൻ്റെ ലിങ്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സൈറ്റ് മാപ്പ് _index.xml അത് ക്ലിക്ക് ചെയ്യുമ്പോൾ
പിന്നെ അതിൽ സൈറ്റ് മാപ്പിൻ്റെ ലിങ്കുകൾ മൊത്തം വരും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സൈറ്റ് മാപ്പിൻ്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൽ എത്ര പേജ് ഉണ്ട്. ഈ 3 പേജാണ് ഈ വെബ്സൈറ്റിലുള്ളത്: ഹോം, കോണ്ടാക്ട്, അബൌട്ട് അസ്. അപ്പോൾ ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ളതല്ല, കോമൺ ആയിട്ടുള്ള ഫുൾ സൈറ്റ് മാപ്പാണ് സൈറ്റ് മാപ്പ് _index.xml എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള എല്ലാ പേജസും ഇതിലുണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഒരു ഫയല് ഗൂഗിളിൽ സൈറ്റ് മാപ്പിലേക്ക് പിന്നെ ഇൻഡെക്സ് കൊടുത്താൽ നമ്മുടെ എല്ലാ പേജും എന്താവും, അവിടെ ഇൻഡെക്സ് ആവും. ഗൂഗിളിന്റെ ക്രോളേഴ്സ് വന്ന് ഇൻഡെക്സ് ചെയ്യും. ഇവിടെ സൈറ്റ് മാപ്പ് _index.xml ഡൊമൈൻ നെയിം ഓൾറെഡി അവിടെ വരും. സബ്മിറ്റ് കൊടുത്താൽ മതി. ജസ്റ്റ് കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നൗ സൈറ്റ് മാപ്പ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് കുഡിൻ ഫെച്ച് എന്ന് കാണിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ ഓക്കെ, ഇതിപ്പോൾ സക്സസ് ആയി. ഇപ്പോൾ 0 പേജസ് ആണ് ഡിസ്കവർ ആയത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കണ്ട 3 പേജസ് എന്താവും, ഇവിടെ ഫെച്ച് ആവും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ബാക്കിയുള്ള വെബ്സൈറ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ പേജസും, എനിക്കിപ്പോൾ ഇവിടെ ഡിസ്കവേർഡ് 11 പേജസ് ഇവിടെ കാണാം. മീൻസ് എൻ്റെ 11 പേജസും അതിലേക്ക് ഗൂഗിൾ ഫെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫെച്ച് ചെയ്യുന്നില്ല, സെർച്ച് കൺസോളിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇത് ഗൂഗിളിലേക്ക് ഡയറക്റ്റ് ഇൻഡെക്സ് അല്ല. ഇനിയിപ്പോൾ ഇവിടെ ഈ ഡാറ്റ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സൈറ്റ് മാപ്പ്, ഈ സൈറ്റ് മാപ്പ് index.xml എന്നുള്ള സൈറ്റ് മാപ്പ് എന്ത് ചെയ്യും, ഈ ഗൂഗിൾ സെർച്ച് കൺസോള് ഗൂഗിളിന് ക്രോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു അക്കൗണ്ടിൽ വന്നിട്ട് ഗൂഗിളിൻ്റെ ബോട്ട്സ് പിന്നെ നമ്മുടെ പേജസ് ഫെച്ച് ചെയ്യും. അതുവഴി ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ AV ഷോപ്പ് ദുബായ് എന്നുള്ളത് നമ്മൾ റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റിലോ സെക്കൻഡിലോ ആയിട്ട് നമുക്ക് ആ AV ഷോപ്പ് ദുബായ് എന്നുള്ളത് കാണാൻ പറ്റും. AV ഷോപ്പ് SEO നമ്മൾ അധികം ചെയ്യുന്നൊന്നുമില്ല. അപ്പം SEO ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ AV ഷോപ്പ് ജസ്റ്റ് അടിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രാൻഡ് നെയിമിൽ മാത്രം, എന്ന് വെച്ചാൽ ഇപ്പം മൈക്ക് സെല്ലേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക സൗണ്ട് മൈക്രോഫോൺ പ്രൊവൈഡേഴ്സ് ഇൻ ദുബായ് എന്ന് അടിച്ചാലൊന്നും വരില്ല. കാരണം നമ്മൾ SEO ഫോക്കസ്ഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ നെയിം AV ഷോപ്പ് ദുബായ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ഇത് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളൊരു മെത്തഡോളജി ആയിട്ട് അത് മാറും. ഓക്കെ, അപ്പം നമുക്ക് സൈറ്റ് മാപ്പ് കൊടുക്കാൻ പറ്റുക. അങ്ങനെയാണ് നമ്മുടെ എൻ്റെ ഇപ്പോൾ SEO എക്സ്പെർട്ട് ഇൻ കേരള അല്ലെങ്കിൽ ഇപ്പം റാങ്ക് വിത്ത് മുജീബ് എന്നുള്ള എന്ന് വെച്ചാൽ ബ്രാൻഡ് നെയിം, എൻ്റെ വെബ്സൈറ്റിൻ്റെ നെയിം എന്താണോ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് അടിച്ചു നോക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ വരാനുള്ള കാരണം കൂടി ഈ സൈറ്റ് മാപ്പിൽ ഇൻഡെക്സ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ജസ്റ്റ് എങ്ങനെ സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ ഗൂഗിൾ സെർച്ച് കൺസോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ അതിലേക്ക് നമ്മുടെ വെബ്സൈറ്റിനെ ഇൻഡെക്സ് ചെയ്യുക, എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മളെ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിനെ നമുക്ക് യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ബൈ.